നമസ്കാരം. ലോക പരിസ്ഥിതി ദിനത്തിൽ എൻ്റെ ഗ്രാമം ഗാന്ധിജിയിലൂടെ എന്ന ആശയം സ്വീകരിച്ച് കഴിഞ്ഞ 10 വർഷമായി വൃക്ഷത്തൈകൾ സൗജന്യമായി നൽകിയും വീടുകളിൽ വച്ചുപിടിപ്പിച്ചും പ്രകൃതിയെ സംരക്ഷിക്കുന്ന മുപ്പത്തറ സ്വദേശി ശ്രീ ശ്രീമൻ നാരായണൻ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എങ്ങനെ പരിഹരിക്കാമെന്നും 50 വൃക്ഷങ്ങൾക്ക് തുല്യമായ ആര്യവേപ്പിൻ തൈ നടുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നും എന്നീ കാര്യങ്ങൾ വിശദീകരിച്ചും പരിസ്ഥിതി ദിന സന്ദേശം നൽകിയും ജെ ടൈംസ് ന്യൂസിനൊപ്പം ചേരുന്നു. നമസ്കാരം, ഞാൻ ശ്രീമൻ നാരായണൻ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഏറെ വിശേഷപ്പെട്ട, ഏറെ പ്രാധാന്യമുള്ളൊരു ദിനമാണെന്ന് മനുഷ്യ രാശിക്ക് മൊത്തം. കാരണം നമ്മുടെ പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയും മൊത്തത്തിൽ ഈ പ്രകൃതി ആകെ കൂടി വലിയ തോതിൽ ആക്രമിക്കപ്പെടുകയാണ്. മനുഷ്യൻ്റെ ഏറ്റവും സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഭാവി ഭാഗതയത്ത് നിർണ്ണയിക്കുന്ന പശ്ചിമഘട്ടം പോലും ഒരു വിവേചനവുമില്ലാതെ പൊന്മുട്ടയിടുന്ന താറാവിനെ എന്ന കണക്കിൽ ആക്രമിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ആകെ കൂടി കുഴപ്പത്തിലാണ്. നല്ല വെള്ളം, നല്ല വായു, നല്ല ഭൂമി, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താ? നമുക്ക് എന്ത് കിട്ടിയോ അത് അതേപടി അടുത്ത തലമുറയ്ക്ക് തിരിച്ചു നൽകാനുള്ള ഒരു വലിയ ബാധ്യതയുണ്ട് മനുഷ്യന്. അതെങ്ങനെ നിർവഹിക്കും? അപ്പം അതുകൊണ്ട് ഒരു പുനഃചിന്തനം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സന്ദർഭമാണ് ഇത്. നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ, നമ്മളുടെ ഈ പ്രകൃതി മൊത്തത്തിൽ ഒരു ആവാസ വ്യവസ്ഥയാണ്. മനുഷ്യനും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും ഈ പ്രകൃതി മൊത്തം ഒരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ നമ്മൾ പരസ്പരം കൊണ്ടും കൊടുത്തും ഈ പ്രകൃതിയുടെ സമസന്തുലിതാവസ്ഥ നിലനിർത്തി പോരുകയാണ്. അതിനെല്ലാം തടസ്സം നിൽക്കുന്നതും ആ താളം തെറ്റിക്കുന്നതും ഏറ്റവും കൂടുതൽ സൃഷ്ടിയിൽ ഉന്നതനായ മനുഷ്യൻ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ജീവികളും അവരുടെ ധർമ്മങ്ങൾ നിറവേറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അധർമ്മത്തിലൂന്നിയ ഒരു ജീവിതക്രമവുമായിട്ടൊരു ചിന്താഗതിയായിട്ട് പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ വൈകല്യങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങളുടെ വൈകല്യം കൊണ്ട് ആകെ താറുമാറായ ഈ സന്ദർഭത്തിൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള യജ്ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നെപ്പോലുള്ള എളിയ പരിസ്ഥിതി പ്രവർത്തകർ. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വായുവിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും ഭൂമിയുടെ കാര്യത്തിലും ഒക്കെ മലിനപ്പെട്ടതാണ്. അത്ര കണ്ട രാസ വ്യവസായങ്ങളും വലിയ വലിയ മാളുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും അറവുശാലകളും മാർക്കറ്റുകളും എല്ലാം ഉള്ള ഒരു ജില്ലയാണ് എറണാകുളം. മറ്റ് ജില്ലകളൊക്കെ വിശേഷപ്പെട്ട ഒരു വലിയ മലിനീകരണം, ഈ ബഹിർഗമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു ജില്ല. അവിടെ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന ഈ കാര്യങ്ങൾക്ക് ഒരു അല്പം ശമനമുണ്ടാക്കാൻ, ഈ ജലത്തെയും ഈ വായുവിനെയും ഈ ഭൂമിയെയും ശുദ്ധീകരിക്കാനുള്ള ഒരു എളിയ പ്രവർത്തനമാണ് ഈ ആര്യപ്പിൻ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നത്. ആര്യപ്പിൻ തൈയിൻ്റെ അത്രയും പ്രകൃതിയെ ശുദ്ധമാക്കുന്ന ഒരു വൃക്ഷവുമില്ല. ഒരു ആര്യപ്പ് 50 വൃക്ഷങ്ങൾക്ക് സമമാണ്. ഒരു ആര്യപ്പ് ഒരു ഔഷധശാലയാണ്. കഴിഞ്ഞ നമ്മൾ ഒരു വലിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആര്യപ്പ് നിന്നിരുന്നിടത്തൊന്നും കോവിഡ് വന്നിട്ടില്ല. അത് തന്നെയല്ല, അന്തരീക്ഷത്തിലുള്ള പലതരത്തിലുള്ള വിഷമുള്ള പ്രാണികൾ, വണ്ടുകൾ, അതൊക്കെ ഉണ്ടാവും. അതൊന്നും ഈ ആര്യപ്പുള്ള സ്ഥലങ്ങളിലേക്ക് വരില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആര്യപ്പ് വച്ച് പിടിപ്പിച്ചത് ഈ തവണ കോളനികളിലാണ്. എറണാകുളം ജില്ലയിൽ ഒരുപാട് കോളനികൾ, മിക്കവാറും എല്ലാ കോളനികളിലും ആര്യപ്പ് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളനികളൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയും കൂടുതൽ വീടുകളുള്ള സ്ഥലമാണ്. അവിടെ ഒരു ആര്യപ്പൻ തൈ നട്ടാൽ ആ ആര്യപ്പൻ തൈന് അധികം സ്ഥലം വേണ്ട. അത് പിടിച്ചു വന്നാൽ അവരെ ഇങ്ങനെയുള്ള ഈ മഹാമാരികളിൽ നിന്നും, ഇങ്ങനെയുള്ള വിഷപ്രാണികളിൽ നിന്നും രക്ഷപ്പെടുത്തും. അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. എന്നും ഒരു പ്രതിരോധവും ഒക്കെയാണ് ആര്യപ്പ്. അതുകൊണ്ട് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് നമ്മുടെ പ്ലാസ്റ്റിക് കൊണ്ട് ഈ പ്രകൃതിയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ക്രമപ്പെടുത്തലും കുറയ്ക്കലും, റീയൂസ് ചെയ്യാവുന്ന പ്ലാസ്റ്റിക് മാത്രം അത്യാവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ള ആ വലിയ
തത്വങ്ങളൊക്കെ സ്വയം സ്വീകരിച്ച് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി ഈ പ്രകൃതിയെ എല്ലാവരും കൂടി പരിപാലിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ മനസ്സ് എല്ലാവർക്കും ഉണ്ടാക്കട്ടെ. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ ജൂൺ 5-നെങ്കിലും, അതായത് ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ജീവജാലങ്ങളും ഈ പക്ഷിമൃഗാദികളും വൃക്ഷജാതികളും ഒന്നും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ ആവശ്യം അവർക്കില്ല എങ്കിലും അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അവരുടെയൊക്കെ ജീവിതത്തിന് വന്നിട്ടുള്ള അരക്ഷിതാവസ്ഥകൾ, നമ്മൾ മുഖാന്തരം വന്നിട്ടുള്ള അരക്ഷിതാവസ്ഥ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം, അതേ ബോധവൽക്കരണം ഉണ്ടാവണം. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസമെങ്കിലും മാംസാഹാരം ഉപേക്ഷിക്കാനുള്ള ഒരു വലിയ മനസ്സും കൂടി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം.